നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയ പ്രതിഷ്ഠ 33-ാം ദിവസം. അവിടുന്ന് അവനെ തൻ്റെ ഭവനത്തിൻ്റെയും തൻ്റെ സമ്പാദ്യങ്ങളുടെയും എല്ലാം അധികാരിയായി നിയമിച്ചു. വാഴ്ത്തപ്പെട്ട 9-ാം പിയൂസ് പാപ്പ ഇപ്രകാരം പറയുന്നു: പൂർവ്വ യാക്കോബിൻ്റെ മകനായ യൗസേപ്പിനെ ദൈവം സമയത്തിൻ്റെ പൂർണ്ണതയിൽ ജനത്തിനു വേണ്ടി ധാന്യം ശേഖരിക്കാനായി ഈജിപ്ത് ദേശത്തിൻ്റെ മുഴുവൻ ഭരണാധികാരിയായി നിയമിച്ചതുപോലെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ലോകരക്ഷകനായ തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയക്കാറായപ്പോൾ പൂർവ്വ യൗസേപ്പിൻ്റെ പ്രതീകമായി ദൈവം വേറെയൊരു യൗസേപ്പിനെ തിരഞ്ഞെടുക്കുകയും തൻ്റെ ഭവനത്തിൻ്റെയും സമ്പാദ്യങ്ങളുടെയും തിരഞ്ഞെടുക്കപ്പെട്ട നിക്ഷേപങ്ങളുടെയും സംരക്ഷകനാക്കുകയും ചെയ്തു. നമ്മുടെ ആത്മീയ പിതാവായ വിശുദ്ധ യൗസേപ്പിതാവ് സ്വർഗീയ നിക്ഷേപങ്ങളുടെ ഭരണാധികാരിയും കാവൽക്കാരനും തലവനുമാണ്. ഈശോ തൻ്റെ പ്രഭാഷണത്തിൽ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മഹാത്മ്യം സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് അനേകം വിശുദ്ധർ വിശ്വസിക്കുന്നു. യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മ തൻ്റെ മക്കളിൽ ഒരുവനെ ഈശോയുടെ വലത്തും അപരനെ ഇടത്തുമായി ഇരുത്തണമെന്നാവശ്യപ്പെട്ടപ്പോഴാണ് ഇത് സംഭവിച്ചത്. സ്വർഗത്തിൽ ഈശോയുടെ അടുത്തിരിക്കാൻ പിതാവ് ആരെയാണ് ഒരുക്കിയിരിക്കുന്നത്? തീർച്ചയായും ഈശോയുടെ അമ്മയായ പരിശുദ്ധ മറിയം ഈശോയുടെ വലതുഭാഗത്തിരിക്കും. ദൈവരാജ്യത്തിൽ അവൾ രാജ്ഞിയായ അമ്മയാണ്. എന്നാൽ ഇടതുവശം ആർക്കു വേണ്ടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്? ഇതർത്ഥമാക്കുന്നത് വിശുദ്ധ യൗസേപ്പിതാവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് പോലെയാണ്. ഈശോയുടെ ഇടതുവശത്ത് ദൈവം വിശുദ്ധ യൗസേപ്പിതാവിനെ പ്രതിഷ്ഠിക്കും. കാരണം ഈശോ മിശിഹായുടെ അപ്പനേക്കാൾ മഹത്തായ വേറൊരു വിശുദ്ധനുമില്ല. പുത്രൻ സമൃദ്ധിയിൽ ജീവിക്കുമ്പോൾ അപ്പൻ ദരിദ്രനായി ജീവിക്കുന്നത് അതിഭീകരമായ കുറ്റമാണ്. എല്ലാ പുണ്യങ്ങളുടെയും ഗുരുവായ ദൈവപുത്രൻ ഒരപ്പനെന്ന നിലയിൽ തന്നെ സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്ത വിശുദ്ധ യൗസേപ്പിതാവിനെ മറക്കുമോ? അവനെ സമ്പന്നനാക്കാൻ ഈശോ പ്രത്യേകമായ പരിശ്രമം എടുക്കേണ്ടതില്ലേ? വാഴ്ത്തപ്പെട്ട വില്യം ജോസഫ് ഷാമിനാഥയുടെ വാക്കുകളാണിവ. സ്വർഗരാജ്യത്തിൽ ഈശോയുടെ ഇടതുവശത്തായിരിക്കുന്ന വിശുദ്ധ യൗസേപ്പിതാവ് സ്വർഗത്തിൻ്റെ എല്ലാ നിക്ഷേപങ്ങളും വിതരണം ചെയ്യുന്നവനാണ്. ദൈവം ഒരാത്മാവിന് കൊടുക്കുന്ന പ്രത്യേക കൃപകളിൽ ഒന്നാണ് വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള ഭക്തി. എന്തെന്നാൽ അത് നമ്മുടെ കർത്താവിൻ്റെ കൃപയുടെ പൂർണ്ണമായ ഭണ്ഡാരം വെളിപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഇത് പീറ്റർ ജൂലിയൻ്റെ വാക്കുകളാണ്. വിശുദ്ധ യൗസേപ്പിതാവ് നമ്മെ വർദ്ധിപ്പിക്കുന്നവനാണ്. ഈശോയും മറിയവുമായുള്ള അടുപ്പം അദ്ദേഹം വർദ്ധിപ്പിക്കും. വിശുദ്ധ യൗസേപ്പിതാവ് അതിശക്തിയേറിയ മധ്യസ്ഥനാണ്. അതിനാൽ നമുക്ക് അദ്ദേഹത്തോട് ഭക്തി ഉണ്ടായിരിക്കണം. നാം അദ്ദേഹത്തെ ആദരിക്കണം. നമ്മൾ തന്നെ അദ്ദേഹത്തിന് സ്വയം പ്രതിഷ്ഠിതരാകണം. അങ്ങനെ വിശുദ്ധ യൗസേപ്പിതാവിന് വേണ്ടി ചെയ്യുന്നതെല്ലാം തങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് പരിഗണിക്കുന്ന ഈശോയെയും മറിയത്തെയും ആ രീതിയിൽ നമുക്ക് സന്തോഷിപ്പിക്കാനാകും. വിശുദ്ധ പീറ്റർ ജൂലിയൻ പറയുന്നു. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിലേക്കുള്ള പ്രതിഷ്ഠയിലേക്ക് നമുക്ക് വിശുദ്ധിയോടെ ഒരുങ്ങാം. നമുക്ക് അനുദിന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ, ആവേ ജോസഫ്. ദൈവേഷ്ടമെന്നെന്നും നിറവേറ്റുവാൻ കൂടെയുണ്ടാകണേ പുണ്യദാതാ.